ഞങ്ങൾ ചെയ്തതിൽ ഇന്ന് വരെ ചെയ്തതിൽ ഏറ്റവും ഡേഞ്ചർ കിണർ തന്നെയാണ്. ഒരുപാട് കാലമായിട്ട് നമ്മൾ ഒരുപാട് പല സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഈ പല കൊളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു കിണർ ഫസ്റ്റ് കാണും. ഹലോ സുഹൃത്തുക്കളെ, ഒരു വെറൈറ്റി അഡ്വഞ്ചർ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി പോകണം. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കക്കാടാട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ തരികട എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതൊരു വഴി ഉണ്ടില്ലേ, ഈ വഴിൻ്റെ ഉള്ളിലൊരു കിണറുണ്ട്. ഇങ്ങോട്ടേക്കാ കേട്ടുവാ, ഇതൊരു ചുമരിൻ്റെ മറിയാണ്. അതേപോലെ അപ്പുറത്ത് മറി കാണാൻ പറ്റും. കിണർ പൂർണ്ണമായിട്ടും ഈ വഴിൻ്റെ ഉള്ളിലുള്ളത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഈ വീടിൻ്റെ കിണറിൻ്റെ മുകളിൽ മൊത്തമായിട്ട് സ്ലേവ് ഇട്ടുകാണ്ട് ആ കാണുന്ന സ്കൂളിലേക്ക് വഴി ഉണ്ടാക്കി മാറ്റിയതാണ് ഈ നിൽക്കുന്ന നാട്ടുകാർ. ഭൂമി ലെവലിൽ നിന്ന് ഒരു 8 ഇഞ്ച് പൊന്തിച്ച് കണ്ട് വീടിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മഴവെള്ളം ഇതിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പോകില്ല. പിന്നെ ഇവിടെ തൊട്ട് അടി വരെ 1 മീറ്ററും 20 സെൻറ്റി ഒരു ഗുഹയാണ്. ഗുഹയല്ല, ഒരു അർക്കം. ഞാൻ ഇറങ്ങി കാണിച്ചു തരാം. ഇതാ. പിന്നെ ഈ കിണറ്റിക്ക് ഇറങ്ങാനുള്ള വകുപ്പ് എങ്ങനെയാണെന്ന് അറിയോ? ഇങ്ങോട്ടേക്കാ ഈ മറിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തൊട്ട് ഈ കാണുവിടക്ക് ഒരു 50 സെൻറ്റ് കൂട്ടിക്കോ, ഇതൊരു മീറ്ററും. ഈ ചെറിയ ഗ്യാപ്പ് കൂടെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ പണിയും ചെയ്യാൻ. കക്കാടിന്റെ സാമൂഹിക സാംസ്കാരിക സേവന രംഗത്ത് വളരെയധികം ശ്രദ്ധ ആർജിക്കപ്പെട്ട കക്കാടിന്റെ ഒരേ ഒരു വ്യക്തിത്വം, അതാണ് നമ്മളെ ഫൈസൽക്ക. ഈ നല്ലൊരു വെള്ളമുള്ള കിണറിന്റെ മുകളിൽ മൊത്തമായിട്ട് സ്ലേവ് ഇട്ട് മൂടിക്കാണ്ട് ഇതിൽ കൂടെ വഴി കൊണ്ടുവരാനുള്ള ഒരു മെയിൻ കാരണം എന്താണ്? അതൊന്ന് പറഞ്ഞാണി. കക്കാട് GMV സ്കൂളാണ് ഈ കാണുന്നത്. ആ സ്കൂള് പിന്നെ ഇപ്പൊ ഏകദേശം 1000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് നിലവിൽ റോഡ് പോകുന്നത് നമ്മുടെ അമ്പലം ചുറ്റിയിട്ട് കക്കാടിന് ഏകദേശം ഒരു കിലോമീറ്ററോളം ചുറ്റിയിട്ടാണ് നിലവിൽ റോഡ് പോകുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ അധ്യാപകർക്കൊക്കെ എത്രയും പെട്ടെന്ന് അങ്ങാടിയിലും ബസ് സൗകര്യങ്ങൾക്കും വേണ്ടി ഇങ്ങനെ ഷോർട്ട് റോഡ് കറങ്ങി ചുറ്റി പോകണം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ സ്കൂളിന്റെ 113-ാം വാർഷികം ആ മെഗാ അലൂമിനി ഉണ്ടാക്കി. അപ്പോൾ അതിൽ ഈ ആശയം ചർച്ചയ്ക്ക് വെച്ചു. അങ്ങനെ ആ അലൂമിനിയിൽ പങ്കെടുത്ത് എല്ലാവരും കൂടി സംഭാവന ചെയ്തിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ ചെലവ് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ റോഡ് വന്നപ്പോൾ ഇവിടെ നമുക്ക് ഒരു കിണറുണ്ടായിരുന്നു. അപ്പോൾ ആ വീടിന്റെ കിണർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേറെ സൊല്യൂഷൻ ഇല്ല. കിണർ മൂടിക്കൊണ്ടല്ലാതെ വേറെ സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ നമ്മളുമായിട്ട് ഭയങ്കര സഹകരണം, എല്ലാവരും കൂടി സഹകരിച്ചു. അവർ ഈ വീടിന്റെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ കിണർ റോട്ടിലേക്ക് തരാം, ഞങ്ങൾക്ക് നല്ല രീതിയിൽ ആക്കി തന്നാൽ മതി, ഞങ്ങൾക്ക് ഉപയോഗിക്കും വേണം, വെള്ളത്തിന് കേട് വരാതെ ആക്കാൻ വേണ്ടി. അങ്ങനെ ഇത് റോഡ് നല്ല രീതിയിൽ 9 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ഇട്ടിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയിട്ട്. ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ള പരിപാടികൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഇതിന് അന്ന് കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് പലക ഉണ്ട് ഉള്ളില്. കോൺക്രീറ്റിന്റെ പലകകളും അതിന്റെ മുട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട്. ഒന്നും ഊരിയിട്ടില്ല, എല്ലാം ഉണ്ട്. അതിപ്പോ വെള്ളത്തിലേക്ക് അടർന്ന് വീണിട്ടുണ്ട്. ചീഞ്ഞ് വീണ് വെള്ളത്തിൽ കിടന്നത് ചീഞ്ഞിട്ട് വെള്ളം പൂർണ്ണമായും കേടുവന്നിട്ടുണ്ട്. അപ്പൊ ടെസ്റ്റിന് അയച്ചപ്പോ ആ വെള്ളം ഉപയോഗിക്കരുത്, കുടിവെള്ളം മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കരുത്, വലിയ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ആ പലക എടുത്ത് തരണം, ആ കിണർ ഒന്ന് ക്ലീൻ ആക്കി തരണം. കാരണം ഇതിന്റെ വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ കാണുമ്പോൾ തന്നെ ഇത് വലിയ ഭീകരതയാണ്. കാരണം ചെറിയൊരു പിന്നെ എലിമാളം പോലെ സൈഡിൽ കൂടെ കയറിയിട്ട് വേണം കിണർക്ക് ഇറങ്ങാൻ. പിന്നെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വഴി ഉണ്ടാക്കണതിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് കിണർ ഒരിക്കലും നാസാക്കൂല, വെള്ളം ഉപയോഗിക്കാനുള്ളതാണല്ലോ. നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഫുള്ള് ഫിനിഷാക്കണം, പലക പൊളിച്ചാണ്ട്. അതെ, അതുണ്ട്. അതെ, ഈ നാട്ടിലുള്ള കിണറിൽ ഇറങ്ങുന്ന ആളുകളൊക്കെ കാണിച്ചപ്പോൾ ഓൽക്ക് ഇത് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയൂല. കാരണം അതിന്റെ അവസ്ഥ എന്താണ്, എങ്ങനെയത് ഇനി അഥവാ ഇറങ്ങിയാൽ തന്നെ സാധനം കയറ്റാനും കഴിയൂല. അധ്യാപകർക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നടന്നു പോകുമ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 1.5 to 2 കിലോമീറ്റർ നടക്കണം. അപ്പൊ അവർക്ക് ഇത് പിന്നെ കുറെ സമയം എടുക്കണം. അതുപോലെ കാരണം ഈ ദൂരത്ത് നിന്ന് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നും വടകര നിന്നും അതേപോലെ തന്നെ കൊടുവള്ളി എന്നുള്ള ഒക്കെ അധ്യാപകർ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് അതുകൊണ്ട് തന്നെ അവർ അധികം നിൽക്കുന്നില്ല, ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോവുകയാണ്. കാരണം ഈ ദൂരം സ്കൂളിലേക്ക് ചുറ്റി വരണം എന്നുള്ള. അപ്പൊ അവരിപ്പോ അതിരാവിലെ ഇപ്പൊ വടകരന്നൊക്കെ വരികയാണെങ്കിൽ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ബസ് ഡയറക്റ്റ് ഉണ്ട് അതിരാവിലെ. അതേമാതിരി തിരിച്ചിപ്പോ സ്കൂൾ വിട്ടുമ്പോൾ അവിടെ നിന്ന് 5 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ വീട്ടിലെത്തുമ്പോൾ തന്നെ 7 മണി 8 മണിക്കാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പല അധ്യാപകരും ഈ പിന്നെ ട്രാൻസ്ഫർ കുട്ടികളായിട്ടൊന്ന് മിങ്കിളായി വരുമ്പോഴത്തിന് ട്രാൻസ്ഫർ ആയി പോകണം. അപ്പൊ അതൊരു വലിയൊരു പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഈ റോഡ് ഷോർട്ട്. ഇതിപ്പോ പണി പൂർത്തിയാവുന്നുള്ളൂ. NHന്റെ അലൈൻമെന്റ് വന്ന സമയത്ത് ഒരു പൊളിക്കാൻ പോകുന്ന സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ, ആ ടൈമിൽ നിങ്ങളെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? അതായത് ഇവിടെ അലൈൻമെന്റ് വരച്ച് ഇന്ന ഏരിയകളാണ് റോഡ് പോകുന്നു പറഞ്ഞില്ലേ. അപ്പൊ ഞങ്ങൾ അവിടെ പണിയെടുക്കണ്ട വീട്ടില്. അപ്പൊ അതിന്റെ അപ്പുറത്തൊരു പുതിയ വീടൊക്കെ പൊളിച്ചിരുന്നു.
അപ്പൊ അന്നത്തെ ഒരു സിറ്റുവേഷൻ എല്ലാവരും ഞാൻ അവനാന്റെ വീട് വിട്ടുകൊണ്ട് നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരികയാണല്ലോ. ഈ വീട് പോയ ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ എവിടെയും എല്ലാ കോട്ടേജുകളും ഫുള്ള്. അന്ന് എല്ലാ കോട്ടേജും ഫുള്ളായി. ഓക്കെ, ഈ ഒരു വീട് പൊളിച്ചു കഴിഞ്ഞാൽ ഒരു 4 വീട്ടിലെ സാധനങ്ങൾ ഉണ്ടാവും ഒരു വീട്ടിൽ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ റൂമിൽ വെക്കണമായിരുന്നില്ല. ഈ സാധനങ്ങൾ കൊണ്ടുവിടാൻ ശ്രമിക്കുക. എന്നിട്ട് ബന്ധു വീട്ടിന്റെ പാർക്കിന്റെ മുകളിലും അവിടെ ഇടലും എന്നിട്ട് ഈ വലിയ വലിയ വീട്ടുകാര് അടുത്ത ബന്ധു വീട്ടിലൊക്കെ താൽക്കാലികമായി താമസിച്ചാലാണ് അവര് അന്നത്തെ അത് മാത്രമല്ല ഈ കക്കാട്ടിലെ ആളുകൾ ചമ്മാട് പരപ്പനങ്ങാടിയൊക്കെ പോയാണ് വാടക എടുക്കാനാണ് അവർ താമസിച്ചത്. റോഡ് പണിന്റെ ഭാഗമായിട്ട് ഇവിടെ പെര പൊളിഞ്ഞപ്പോഴേ ഇവിടുത്തെ ആൾക്കാർക്ക് ചമ്മാട് അവിടെ പോകേണ്ടി വന്നില്ലേ? കാരണം അവർക്ക് വാടകയ്ക്ക് ഉള്ള വീടുകളും കൊട്ടേഷനുകളും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് അവസ്ഥകൾ എൻഎച്ചിന്റെ ഭാഗമായിട്ട് വന്നില്ലേ? ബാക്കിൽ ബിഹൈൻഡ് സീൻ ആരും അറിഞ്ഞില്ല. ഈ കിണറിന്റെ ഓട്ടം എത്രേ ഉള്ളൂ. ഞങ്ങളിപ്പോ ഇതിൽ കൂടെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങളെ സംശയം എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ ഓട്ടം ഇനി വലുതാക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ ഇന്നത് ഇറങ്ങി ഉഷാറാക്കി കയറി വരികയാണെങ്കിൽ പിന്നെ കാലാകാലം ഈ ഓട്ടനെ പോരെ. ഏകദേശം ബക്കറ്റ് മുക്കാലെത്തിയുണ്ട്. ഇതുവരെ കേട്ടിട്ടില്ല. ഇതാ വള്ളത്തിലെത്താനായിട്ടോ. ആ വള്ളത്തിലെത്തി. സംഭവം കെട്ടിയില്ല. അതേപോലെ തന്നെ കയറ്റല്ലേ. ഇനി എങ്ങനെയാലും വരും. അപ്പൊ ഇനി വെളിച്ചം അതിന്റെ ഇടയിൽ നിന്ന് കെട്ടാ പോലും നമ്മൾ ഇറങ്ങും. കാരണം ഇവിടെ ഇത് ക്ലീൻ ആക്കല് ഇവർക്ക് ആവശ്യമാണ്. സ്പീഡിലായിട്ടാണ് കയറ്റണത്. അറക്കണേ സ്ലോവിലേനി, കയറ്റണേ സ്പീഡിലാണ്. ഇതാ ഇപ്പോഴും കെട്ടിയില്ല. ഇനി 1 മിനിറ്റും കൂടെ കാത്തിക്കാണെങ്കിൽ ബക്കറ്റ് വരെ കത്തിക്കുന്ന പറഞ്ഞിട്ടുണ്ട് വൈത്തിരി. ഇതാ തെറ്റല്ലേ? ഇതുപോലെ ഇരുകാനായിട്ട് വിളിക്കുക. പിന്നെ സേഫ്റ്റി ഇല്ല ആരും പറയണ്ട. ഒക്കെ സേഫ്റ്റി ഉണ്ട്. ഇത് കണ്ടില്ലേ? ഇതന്നെ ഇതിന് സേഫ്റ്റി. രണ്ടാമത്തെ ലവൽ എന്നാണ് പറയേണ്ടി വരാം. ഇതൊന്നും എങ്ങോട്ട് എടുക്കാന്നൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെ ഇറങ്ങണം വെച്ചിട്ടാണെങ്കിൽ ഈ കാറ് കൊടുത്ത് കയറാൻ കേട്ടോ. ഇതിങ്ങനെ തീറ്റി നിൽക്കാണ്ട് ഇറങ്ങാറ്റുള്ളൂ. കുറച്ച് ഫിറ്റ്നസ്, ഈ പണിക്ക് ഫിറ്റ്നസ് മസ്റ്റാ. ഓക്കെ, അപ്പൊ ഞാൻ കിണറ്റിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. കിണറിന്റെ അടിഭാഗം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അവിടേക്കാണ് ഫുള്ള് പലടിച്ചിട്ട് റണ്ണർ കെട്ടിനുള്ളിൽ കണ്ട് കേറിയിക്കണ്. അതേപോലെ രണ്ടാമത്തെ അങ്ങോട്ട് കേറിയിക്കണ്. മൂന്നാമത്തെ അവിടെ കേറിയിക്കണ്. ഫുള്ള് പല നിരത്തിക്കാണ്. ചെതല് പിടിച്ച് എരപ്പായിണ്. ഇതാണ് ഞാൻ വന്ന ആക്സസ്. ചിന്ന ആക്സസ് ആണ്. ഇതാ ഇവിടുത്തെ ഒരു റണ്ണർ പൊട്ടിച്ച് കൊഞ്ചം സോക്കിയും കടച്ച് ഈ 2 പൊട്ടിക്കാണ്ടത് പൊട്ടിച്ച് 3 പൊട്ടിക്കാണ്ടതിന് ബാക്കിൽ മൊത്തം 4 റണ്ണറാണ് തൂണാക്കി വെച്ചിട്ടുണ്ടത്. അതിൻ്റെ മുകളിലാണ് മൊത്തം പല നിരത്തിക്കേണ്ടത്. മുട്ടൊക്കെ ബാക്കി കേട്ടോ. ഏതായാലും ഉഷാറാക്കിയിട്ടേ കളം കാലിയാക്കുള്ളൂ. താന്നിട്ടോ അതില്ലേ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാല് അവിടുന്ന് സെൻട്രിങ്ങാരോട് നമുക്ക് പറയാനുള്ള കാര്യം എന്താ പറയുക, പലമ്പല് ആണി ഇട്ടിരുന്നു ഇങ്ങനത്തെ പണിക്ക്. എന്തേ നമ്മൾ സുഖം. ഈ ഇതാ കഷ്ണങ്ങള് ഓർത്തടിച്ചാളിതാ റണ്ണർ മെഷീൻ വെച്ച് മുറിച്ചിട്ടോ. ഒരു പീസിൻ്റെ ഊരി ഏകദേശം ഈ റണ്ണറിന്റെ ഒരു 10 ഇഞ്ചോളം കെട്ടിനുള്ളിൽ കയറ്റിയാണ്. സൂപ്പർ റണ്ണറാ. ഈ റണ്ണറൊന്നും ഒന്നും പറ്റിയില്ല. എല്ലാ പലമ്പലും ആണി അടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മളൊരു പല പൊളിച്ചിടുമ്പോൾ നമ്മൾ ആണി കാണൂല. അതുകൊണ്ട് വീകുമ്പോൾ നമ്മൾ മേത്ത് കൂരി പോകും. അതിൻ്റെ ഭയാനകമായിട്ടുള്ള വേദനയാണത്. ദ പെയിൻ ഓഫ് റിസ്ക്. അഡ്വഞ്ചർ മണി ഈസ് നോട്ട് പ്രോബ്ലം ബട്ട് റിസ്ക് ഈസ് വെരി പ്രോബ്ലം. ഒരു പീസാട്ടോ അത് വരെ അവിടെ വെക്കല്ല ചെയ്യണത്. സാത്താനെ ഓടി വന്നു ചാടി വന്നു ഓടി വന്നൊരു സാത്താനെ. നമുക്ക് എത്ര ആണി വരും? ലാസ്റ്റ് വല മൂന്നാമത്തെ ലാസ്റ്റ് വല അടയ്ക്കാ പൊട്ടിക്കണയ്ക്കാ. ലാസ്റ്റ് വല ഒരു ഏരിയ അങ്ങനെ ഊരി തുടങ്ങിയിട്ട് ഫിനിഷ് ആക്കിയിട്ട് പോട്ടോ. ഓക്കെ, അതും പൊട്ടിച്ച് മറിക്കാണ്ട് പൊട്ടിച്ചാണ്. ഓക്കെ ഓക്കെ
കിണറിന് സ്ലേവ് ഇടാൻ വേണ്ടിയിട്ട് 4 റണ്ണർ വെച്ച് ലോക്കൽ പലക്ക അടിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ പ്ലൈവുഡ് ഷീറ്റ് ഇട്ടിക്കുക. ഇവിടേക്ക് വലിയൊരു പീസ്. ഈ പീസ് ഇപ്പം 1.30 ഒരു സ്ക്വയറാ. ഇതിപ്പോ ഈ ഓട്ടയെ കൂടെ ഊരാൻ കഴിയൂല. അത് കിണറ്റ് കിട്ടിക്കാണ്ട് അവിടുന്ന് അടിച്ച് പൊട്ടിച്ചുകാണ്ട് കയറ്റന്നെ വേണ്ടി വരും. എന്തേ കയറ്റാൻ കഴിയില്ല, പൊട്ടിക്കാതെ കയറ്റാൻ കഴിയില്ല. ഉപകാരത്തിന് വളട്ടെ. ഇതിന്റെ 2 അറ്റിട്ട് പക്ഷേ ആ താഴത്ത് കളിച്ച പീസ്. പരിപാടി കലാസേ, പരിപാടി സെറ്റ്. ഞാൻ നടക്കേട്ടെന്ന് കണ്ട് കറങ്ങണം. ഞാൻ വരുന്നുണ്ട്, സൈഡിക്ക് മാറിക്ക് പോട്ടാ കുട്ടികളെ പോട്ടെ. വക്കത്തൊക്കെ മോളെ റെഡിയാക്കി വിട്ടോ. വക്കത്തില് ആമര് കൈപ്പാട്ട ഒരു കൈക്കോട്ട് കിണറിന്റെ അടിയിൽ നിന്ന് കിണറ്റിന്റെ മുകൾക്കുള്ള വിഷയമാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിണറിന്റെ വട്ടം അത്രത്തോളം ഉണ്ടോ അത്രത്തോളം സ്ലേവിട്ട് മൂടിയുണ്ട്. ഇങ്ങോട്ട് നീക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഗ്യാപ്പ് കാണാൻ പറ്റില്ല. കാരണം പുറത്തേക്കാണ് ഓട്ട കുത്തിയിരിക്കേണ്ടത്. കിണറിന്റെ വട്ടത്തുമ്മല് ഓട്ട ഇല്ല, എന്നാലും കിണറ്റിനുള്ളിൽ സൂര്യപ്രകാശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓട്ട മതി. നീ കേക്ക് നന്നാക്കി മോറി പിന്നെ വരുന്ന വെള്ളം സൂപ്പറായിട്ട് കുടിക്കാൻ പറ്റും. ഏതാ പണി ഫുള്ള് പല ഒഴിച്ചിട്ടുണ്ട്. പക്കത്തെ ആര്യാണ്. പിന്നെ കിണറ്റിന്റെ അടിയത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ചീടിപ്പടവാണ്. ഇതൊക്കെ ഇടിഞ്ഞു തുടങ്ങിയിരിക്കണം. ഏകദേശം ഒരു 2 മീറ്റർ ഹൈറ്റിൽ ഇവിടെ തൊട്ടിട്ട് 5 പടവുണ്ടോ ഈ ഏരിയ മൊത്തം എഴുതി എടുക്കുകയാണ്. പ്ലൈവുഡിന്റെ പൊളിച്ചിട്ട ഷീറ്റാണ് ആ കാണുന്നത്. ഓക്കെ, ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെള്ളം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെളിച്ചം പറന്ന് കിടക്കുകയാണ്. അത് കഴിഞ്ഞ് ആ തകര ഷീറ്റ് എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ പൊളിച്ചിട്ട് സാധനമാണ്. അത് ചെളുക്കി അവിടെ ഇട്ടാണ് ചെളുക്കി ആമറോണ്ട്. പിന്നെ ഈ കിണറ്റിൽ ഓറുണ്ടോ എന്നുള്ളത് മോളത്തെ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. എന്നാല് ഉണ്ട്. കാരണം ഒന്നും ഉണ്ടാകുന്നാണ്. ഈ ഭാഗത്ത് മാത്രം കൊഞ്ചം വെള്ളം വരുന്നുണ്ട്. കണ്ടോ ഈ പടവും വന്ന് ഇവിടെ നിന്നാണ് ഓറ് സ്റ്റാർട്ട് ചെയ്ത് കണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഒലിച്ച് നോക്കി നല്ല വെള്ളം വന്ന് ഇവിടെ എത്തി. ഇവിടുന്ന് ഒന്നും കൂടെ കൂടിയിരിക്കുന്ന അവിടെ എത്തി. അത് പിന്നെ നേരെ കിണറ്റിങ്ങനെ ഇറങ്ങി പോണി. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയണ്ടേ, വേറെ ഓടി എന്തില്ല, ഒരു ഉറവോ ഒരു നനവോ വിസർപ്പോ ഒന്നുമില്ല. പിന്നെ കാരണം ഒരു അഭിപ്രായം പടം ഞാൻ മാത്രം പറഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കാന്നറിയോ? അന്നത് വെറും പടായെന്ന് പറയും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പത്തെ അവസ്ഥയിൽ കിണറ്റിന്റെ അടിക്കാൻ അങ്ങനെ സുഖല്ലേ? നേക്കല്ലേ? കാരണം കിടക്കണി ഏതാ കാറ്റ്. എന്റെ ഒരു അഭിപ്രായത്തില് ഒരു 10-40 കൊട്ടൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് കപ്പി വെച്ച് വലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. എന്നാലും വൃത്തിയാക്കിട്ട് മാത്രമേ പോവുള്ളൂ. ഇവിടെ കുറച്ചും കൂടി ഇന്ത്യയിൽ അങ്ങോട്ട് പറഞ്ഞാലും മനസ്സിലാവും. അല്ല അടക്ക അഞ്ഞു വലി കയ്യിലായില്ല. അഞ്ഞു വെച്ചോ ടൈറ്റുണ്ടോ? കുറച്ച് കൈ കയറണ്ടേ? പകുതി വെച്ചാൽ മതി. നല്ലോണം വരുന്നുണ്ടേ. ഈ പടവുമൊക്കെ കുറച്ച് സിമെന്റ് പൊടിക്കാനുണ്ട്. ഓക്കെ, ആ കറുപ്പ് കളറില്ലേ, ആ കറുപ്പ് കളറൊക്കെ മുളക് വെച്ചുകൊണ്ട് കിണറ്റിക്കാൻ കിട്ടണം. കൊല്ലത്തിന് ഒരു ചൊയം കൂടി ഉണ്ടാൻ പാടില്ല. ഈ ഒച്ച എന്താ അറിയോ? ഈ പാട്ട വലിക്കണ എന്നെ കൂടെ അറിയോ? മട്ടിപ്പാറമല്ലാട്ടോ. സ്ലേവ് ഇട്ടത് കാരണം ഡേഞ്ചറായി മാറിയ കിണറിന്റെ ചെറിയ ഓട്ടയിൽ കൂടെ ഇറങ്ങിയിട്ട് ക്ലീനിങ് പരിപാടി ഇവിടെ തീർത്തിട്ടുണ്ട്. പടവെണ്ണിക്കോളി വെള്ളപ്പടവ് വരെ ഉണ്ട് കിണറ്റിൻ്റെ ഉള്ളിൽ. ഓക്കെ, നേരെ അടിക്ക് കാണിക്കാണ്.
അപ്പൊ ഈ കിണറിന്റെ അടിഭാഗത്ത് പാറയാണ്. ആ പാറമലൊക്കെ വെള്ളം ഒഴിച്ച് കാണ്ട് ഫുള്ള് ചൊരട്ടി മിയാമിയാക്കിണ്ട്. കാരണം എന്താ പാട് സൂപ്പർ അല്ലേ? പുതിയ ഒരു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ വെള്ളം കുടിക്കാൻ മാത്രമേ ഉള്ളൂ, ടെൻഷനൊന്നും ഇല്ല. അപ്പൊ നമ്മള് കയറാൻ വേണ്ടി പോട്ടോ. എന്താ പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചിട്ടുണ്ട്. സൂപ്പർ പോരാ. കണക്കിനി ഏതാ ഫിനിഷിങ്, ഏതാ ഫിനിഷിങ് കേറണല്ലോ. പണി കേട്ടോ കടന്നു കയറിക്കോ. നമ്മൾ പല വെച്ച് കാണിച്ചില്ലല്ലോ. ഈ വല കണ്ട അടിയിലോ കിണറിന്റെ ഉള്ളിൽ എല്ലാ സംഭവങ്ങളും കാണിച്ച സ്ഥിതിക്ക് ചില ആൾക്കാർ കമന്റിൽ പറയും എന്തെന്നറിയോ, പലക പൊളിച്ച ഫുൾ വിഷ്വൽ കാണിച്ചില്ല എന്നുള്ളത്. എന്തേ അതും പാടെ കാണിച്ചു തരാം. എന്താണ് ഈ കാണുന്നത്? ടോർച്ചടി ഉള്ളിക്ക് ഇതാ അഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനി ഉള്ളിക്ക് ഇങ്ങനെ പോകട്ടോ. റോഡിയും ഒരു പലൻ്റെ ഒരു സംഭവം അല്ലാണ്ടെങ്കിൽ സൂപ്പർ. അടിച്ച് ഓരോ ഭാഗത്ത് അടിച്ചുവിടി. എങ്ങനെയുണ്ട്? ഫുള്ള് കോൺക്രീറ്റിൻ്റെ ചാറാണ് കാണുന്നത്, ഗ്രൗട്ട് ചാറ് നേക്കല്ലേ. എല്ലാ മൂലയിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പലകൻ്റെ പൊടി പീസ് പോലും ഓടിയില്ല എന്നുള്ളതാണ്. ആ വാങ്ങൽ കെട്ടാക്കണ് ആ ലാസ്റ്റ് വരി അതിൻ്റെ മുകളിൽ 2 ഇഞ്ചോളം കുമ്മായുണ്ട്. അതൊക്കെ ഉണ്ട് ആണിപ്പാലിട്ട് പൊടിച്ചമ്പളി ഉഷാറായില്ലേ? ലാസ്റ്റ് കണ്ടാൽ ഇനി ഒന്നും പറയാനില്ല. പിന്നെ പണി കഴിഞ്ഞ് കയറിയ സ്ഥിതിക്ക് ക്ലൈൻറ്റ് കുറച്ച് കലക്കി വെള്ളം തന്നിട്ട് കിണറ്റ് കൊയ്ക്കാൻ അത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അടിവെള്ളം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അടിക്കടി സൂപ്പറായില്ലേ? ഓ സൂപ്പർ അല്ലേ? മിയായി വെള്ളം ഇങ്ങനെ ഒരു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും നോക്കാനില്ല, ഇവിടെ ഫുള്ള് സെറ്റാണ്. മോട്ടറൊക്കെ പറഞ്ഞ പോലെ തന്നെ വെച്ചെടുത്തിട്ടുണ്ട്. റെഡി. ചെറിയ ഒരു പിന്നെ പ്രവേശിക്കാനുള്ള ഇടം മാത്രമേ ഉള്ളൂ. നമ്മൾ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടു. ആദ്യം തിരൂർ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടു. കാരണം പിന്നെ അവർ പറയും താനൂർ ഫയർഫോഴ്സുമായി ബന്ധപ്പെടാം. താനൂർ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടു. അപ്പം ഫയർഫോഴ്സ് എന്നുള്ള വിഷയം എന്താ വെച്ചാൽ ഇത് ജീവരക്ഷാ പ്രവർത്തനമുള്ള ഫയർഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് കിണറ്റിൽ നിന്നുള്ള സാധനം എടുക്കുക എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടുള്ള അവരുടെ ഡ്യൂട്ടിയിൽ പെട്ടെന്ന്. മാത്രമല്ല ആ സമയത്ത് വേറെ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ഇത് കാരണമായി പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ചില ഐഡിയാസ് പറഞ്ഞു. നിങ്ങൾ ഇറക്കുന്ന ആളുകളെ കണ്ടെത്തിയിട്ട് അവരോട് പറയാം മെഴുകുതിരി പിന്നെ പാത്രത്തിലാക്കിയിട്ട് കിണറ്റിലേക്ക് താഴ്ത്തുക. അപ്പം ആ സമയത്ത് മെഴുകുതിരി കെടുകയാണ് എങ്കിൽ ശ്വാസമില്ലാതെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓക്സിജൻ ശ്വാസം കിട്ടുന്ന രീതിയിലേക്ക് ചെയ്യണം. എന്തായാലും ശരി, ജീവൻ സുരക്ഷ നോക്കിക്കൊണ്ട് മാത്രമേ അതിലിറങ്ങിയാൽ മതി. അതിനുള്ള എല്ലാ ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ട് അതൊക്കെ ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രൂപത്തിൽ തന്നെ ഇറങ്ങി. പക്ഷെ പ്രതീക്ഷയേക്കാളും വലിയ നല്ലൊരു രൂപത്തിൽ അത് ചെയ്തു തന്നു. അതിന് വളരെയധികം നന്ദിയുണ്ട്. അലുമിനി അസോസിയേഷൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും. അതോടൊപ്പം ഈ ഒരു റോഡ് എന്നുള്ളത് ഒരുപാട് കാലത്തെ ചിരകാല സ്വപ്നമാണ്. അത് വീണ്ടും നിലനിർത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവും രേഖപ്പെടുത്തും.